പക്ഷേ മോഹിനിയാട്ടം എന്ന് പറയുന്ന ഒരു നൃത്തരൂപം എന്ന രീതിയിൽ വളരണമെങ്കിൽ ഭരതനാട്യം പോലെയും ഒഡീസി പോലെയും കുച്ചിപ്പുടി പോലെയും പുരുഷന്മാരുടെ സാന്നിധ്യം അതിൽ വരേണ്ടതുണ്ട്. അല്ല, അതിലെന്താ വെച്ചാൽ കലാമണ്ഡലത്തിൻ്റെ ഒരു ട്രഡീഷൻ സ്ത്രീകൾക്ക് അനുയോജ്യമായിട്ടുള്ളൊരു നൃത്തരൂപം എന്ന രീതിയിൽ മോഹിനിയാട്ടത്തിനെ വളർത്തിയെടുത്തതാണ്. കാരണം മോഹിനിയാട്ടത്തിൻ്റെ ആധുനിക ഘട്ടം എന്ന് പറയുന്നത് 50കൾക്ക് ശേഷമാണ് കലാമണ്ഡലത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ രൂപപ്പെട്ട ഇനങ്ങളൊക്കെ പരിശോധിച്ചാൽ മോഹിനിയാട്ടത്തിലെ പ്രധാനപ്പെട്ട ഇനങ്ങൾ പദമായാലും വർണ്ണമായാലും ഇതെല്ലാം തന്നെ സ്ത്രീ കേന്ദ്രിതമായിട്ടുള്ള ഇനങ്ങളാണ് അവിടെ ചിട്ടപ്പെടുത്തിയത്. അങ്ങനെ വളർന്നു വന്ന ഒരു ഭാഷയാണ് ഇപ്പോൾ മോഹിനിയാട്ടത്തിനുള്ളത്. പക്ഷേ എത്രയോ വർഷം ഇപ്പോൾ കഴിഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞു എന്ന് മാത്രമല്ല, ഒരു ആധുനിക സമൂഹം എന്ന രീതിയിൽ ലിംഗനീതി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു ആശയമായിട്ട് വളർന്നു കഴിഞ്ഞു. പ്രത്യേകിച്ച് സർവകലാശാല തലത്തിൽ. സർവകലാശാലയിൽ ലിംഗനീതി എന്ന് പറയുന്നത് UGCയുടെ ഒരു നിയമമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ കലാരൂപങ്ങളിലും കഴിയുന്നിടത്തോളം, ഇപ്പം എല്ലാ കലാരൂപങ്ങളിലും എന്ന് പറയുമ്പോൾ ചിലതിൽ പ്രയാസമുള്ള ചില സംഭവങ്ങൾ വരാം. ഇപ്പോൾ നമ്മളിപ്പോൾ മാനുഷികമായിട്ട് പരിഗണന കൊടുക്കുന്ന ചിലപ്പോൾ പിന്നെ ഈ ഡിഫറൻ്റ്ലി ഏബിൾഡായുള്ള ആളുകൾ, അവർക്ക് എല്ലാവർക്കും ഒരു കലയിൽ കയറി വരാൻ പറ്റിയെന്ന് വരില്ല. മറ്റ് സ്ഥലങ്ങളിൽ റിസർവേഷൻ കൊടുക്കുന്നവരെ. കാരണം കല എന്ന് പറയുന്നത് സർവാംഗ അഭിനയമാണ്. ചിലപ്പോൾ വീണ അല്ലെങ്കിൽ വയലിൻ അങ്ങനെ ചില ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കാം എന്നല്ലാതെ. പക്ഷേ മോഹിനിയാട്ടം എന്ന് പറയുന്ന ഒരു നൃത്തരൂപം എന്ന രീതിയിൽ വളരണമെങ്കിൽ ഭരതനാട്യം പോലെയും ഒഡീസി പോലെയും കുച്ചിപ്പുടി പോലെയും പുരുഷന്മാരുടെ സാന്നിധ്യം അതിൽ വരേണ്ടതുണ്ട്. കാരണം ഇത് പഠിപ്പിക്കുന്ന കാലത്തിന് ഇപ്പോൾ കലാമണ്ഡലത്തിൽ വന്ന് പഠിപ്പിച്ചിരുന്ന ആദ്യകാലത്ത് ഇപ്പോൾ ചിന്നമ്മയായാലും മാധവമ്മയായാലും കല്യാണിയമ്മയായാലും ഇവരൊക്കെ പുരുഷന്മാരുടെ ശിഷ്യകളായിരുന്നു. അപ്പരടുത്ത് കൃഷ്ണപ്പണിക്കർ, അതുപോലെ കളമൊഴി കൃഷ്ണമേനോൻ തുടങ്ങിയ നട്ടുവന്മാരാണ് ഇവർ പഠിപ്പിച്ചത്. അപ്പോൾ ആ ഒരു പാരമ്പര്യം അവിടെ കിടക്കുന്നുണ്ട്. ആ പാരമ്പര്യം നമ്മൾ വീണ്ടെടുക്കണം. പുരുഷന്മാർ വരുന്നതോട് കൂടിയിട്ട് ഇതിൻ്റെ ഭാഷയിൽ തന്നെ സ്ത്രീ കേന്ദ്രീയത, എപ്പോഴും പിന്നെ പ്രിയതമനെ വിളിക്കുക, കാമുകനെ വിളിക്കുക, നിരാശപ്പെടുക, ശൃംഗാരം കാണിക്കുക, അതിൽ നിന്ന് വ്യത്യസ്തമായി മോഹിനിയാട്ടത്തിൻ്റെ ഭാഷ വളരേണ്ടതുണ്ട്. ഞാൻ പറയുന്നത് ഇപ്പോൾ കലാകാരികൾ ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയം അതാണ്. എങ്ങനെ മോഹിനിയാട്ടത്തിൻ്റെ ഭാഷയെ വികസിപ്പിക്കാം. ഇപ്പോൾ പലപ്പോഴും കേരളത്തിന് പുറത്ത് പോകുന്ന സമയത്ത് ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ചിലപ്പോൾ മോഹിനിയാട്ടത്തിന് വേദി കിട്ടാൻ വളരെ പ്രയാസമാണെന്ന് കലാകാരികൾ പറയാറുണ്ട്. കാരണം അവിടെയൊക്കെ ഈ മോഹിനിയാട്ടത്തിനൊരു തരം അവഗണനയാണ്. അത് മാറണമെങ്കിൽ മോഹിനിയാട്ടത്തിൻ്റെ അരങ്ങ് ഭാഷ മാറണം. ആ അരങ്ങ് ഭാഷ മാറാൻ പുരുഷ നർത്തകരുടെ സാന്നിധ്യം വളരെ അത്യാവശ്യമായിട്ടാണ് എനിക്ക് വ്യക്തിപരമായിട്ട് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഭരതനാട്യത്തിൽ CV ചന്ദ്രശേഖരനെ പോലെ, അതുപോലെ കുച്ചിപ്പുടിയിലൊക്കെ കേളുചരൺ മഹാപത്രയെ പോലെയൊക്കെയുള്ള ആളുകൾ ആ കലാരൂപങ്ങളെ എങ്ങനെ ഗംഭീരമാക്കിയോ, അതുപോലെ ഇപ്പോൾ കേരളത്തിൽ മനു മാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു നർത്തകനുണ്ട്. എത്ര ഭംഗിയായിട്ടാണ് അദ്ദേഹം നൃത്തം ചെയ്യുക. അപ്പം ഞാൻ പറയുന്നത് അത്തരത്തിൽ പുരുഷന്മാരുടെ സാന്നിധ്യം വരുന്ന നൃത്തരൂപത്തെ ഗംഭീരമാക്കാൻ സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും കലാമണ്ഡലം പോലുള്ള ഒരു സ്ഥാപനം വേറെ ആര് ചെയ്തിട്ടും കാര്യമില്ല. ഇപ്പോൾ RLVക്കൊന്നും കലാമണ്ഡലത്തിൻ്റെ അംഗീകാരം കിട്ടില്ല. സർവ്വസമ്മതമാകണമെങ്കിൽ കലാമണ്ഡലത്തിൽ അത് തുടങ്ങണം, എന്നാലേ ആളുകൾ അംഗീകരിക്കുള്ളൂ. അപ്പോൾ അതിനാവശ്യമായ സ്റ്റെപ്സ് കലാമണ്ഡലം സ്വീകരിക്കണം. അത് കലാമണ്ഡലത്തിലെ ബോർഡ് ഓഫ് സ്റ്റഡീസ് ഉണ്ട്, അക്കാദമിക് കൗൺസിൽ ഉണ്ട്, സിൻഡിക്കേറ്റ് ഉണ്ട്. ഇവരെല്ലാം കൂട്ടമായി കേരളത്തിലെ കലാകാര സമൂഹവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തി വളരെ ധീരമായിട്ടൊരു സ്റ്റെപ്പ് വഹിക്കണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ ഏതെങ്കിലും കലാരൂപത്തിൽ ഇതുപോലെ തന്നെ ഒരു ലിംഗവിവേചനം നടക്കുന്നുണ്ടോ, ആണോ പെണ്ണോ എന്നുള്ള രീതിയിൽ? അല്ലെങ്കിൽ ഇപ്പോൾ ഈ കഥകളി ഒരു ഉദാഹരണം, കഥകളിയിൽ കലാമണ്ഡലത്തിലെ പെൺകുട്ടികൾ പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ പുറത്ത് വലിയ തോതിൽ സ്ത്രീകൾ രംഗത്ത് വന്ന് അത് അവതരിപ്പിച്ചിരുന്നു. ഇപ്പോൾ കലാമണ്ഡലത്തിൽ 2 വർഷം മുമ്പ് അത് ഗോപിയാശാനാണ് നിർബന്ധിച്ചത്. ഗോപിയാശാൻ്റെ വളരെ ശക്തമായ ഇടപെടൽ കാരണം അവിടെ ഞാൻ ആ ഭരണസമിതിയിലുണ്ടായിരുന്നു. ഗോപിയാശാൻ തന്നെയാണ് അത് അവതരിപ്പിച്ചതും. അത് വൈകുന്നു എന്ന് കണ്ടപ്പോൾ പിന്നെ ഗോപിയാശാൻ അധികാരികളോട് ചൂടായതുമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ ഗോപിയാശാൻ്റെ പരിശ്രമഫലമായി കഥകളിയിൽ വന്നു. മറ്റ് ഒന്നിലും ഇപ്പം അങ്ങനെ വിവേചനം എന്ന് പറയാൻ പറ്റില്ല. ചില രൂപങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന അഡ്മിഷൻ കൊടുത്താൽ ശരിയാവും. ഒരു ഉദാഹരണത്തിന് മൃദംഗം, ചിലർ പക്ഷേ മൃദംഗത്തിന് കൊടുക്കണമെന്ന് ചില പെൺകുട്ടികൾ ആവശ്യപ്പെടുന്നുണ്ട്. അവർക്ക് അങ്ങനെ ചില അസാധ്യതകൾ കൊണ്ട് കൊടുക്കാത്തതല്ലാതെ മറ്റ് അങ്ങനെ ലിംഗവിവേചനം ഉണ്ടെന്ന് പറയാവുന്ന ഒരു സംഭവം ഒരു കലാരൂപമില്ല. RLVയുടെ വിഷയം നമുക്കറിയാം, അത് വലിയ രീതിയിൽ ചർച്ചയാണ്. ആ സമയത്തും കലാമണ്ഡലം ഒരു പ്രതിഷേധക്കുറിപ്പ് എന്ന് പറയാം, ഒരു പത്രക്കുറിപ്പ് പുറത്തിറക്കിയിരുന്നു. അതിലടക്കം ഈ ഒരു കാര്യങ്ങൾ അവർ നടത്തിയ പ്രസ്താവനയെ തള്ളി പറയുമ്പോൾ പോലും
കലാമണ്ഡലത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതൊരു ആണുങ്ങൾക്ക് കൂടി കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു ശ്രമം ഉണ്ടാകുന്നില്ല എന്നുള്ളതുകൊണ്ടല്ലേ? അല്ല, അത് ശരിക്കും ഇപ്പോൾ അവർ ഭരണാധികാരികൾ, ഇപ്പോൾ VC രജിസ്ട്രാറും അല്ല യഥാർത്ഥത്തിൽ അതിൻ്റെ അധികാരികൾ. അങ്ങനെ അവർ ചെയ്യാൻ പാടില്ല. അവർ ചെയ്യേണ്ടത് ഈ രംഗത്ത് ഇപ്പോൾ പത്മശ്രീ കലാമണ്ഡല ക്ഷേമാവതി ടീച്ചർ ഇപ്പോൾ കമ്മിറ്റി അംഗമാണ്, ഡോക്ടർ നീന പ്രസാദ് കമ്മിറ്റി അംഗമാണ്, അങ്ങനെ അതുപോലെ കലാമണ്ഡലം സുഗന്ധി ടീച്ചർ, ഇങ്ങനെ ഈ രംഗത്ത് പരിണതപ്രജ്ഞരായ കലാകാരികളുണ്ട്. അവരുമായിട്ട് ആലോചിക്കണം. കാരണം അവരുടെ സമ്മതം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അവർ കൂടി ഇതിനെ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അവരുടെ കൂടെ അംഗീകാരത്തോടുകൂടി നടപ്പിലാക്കണം എന്നാണ് ഞാൻ പറയുന്നത്. പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി തലത്തിൽ 8, 9, 10 എന്നുള്ളതല്ല, സർവകലാശാല തലത്തിൽ ലിംഗനീതി നടപ്പിലാക്കുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. അതിനിതൊരു നിമിത്തമായി തീരട്ടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, തീർച്ചയായിട്ടും കുട്ടികൾ ചെയ്ത പ്രവൃത്തി ഞാൻ അഭിനന്ദിക്കുകയാണ്. ഞാനതൊരു പരസ്യമായിട്ടത് അഭിനന്ദിച്ചിരുന്നു. കാരണം അവർ പ്രകടിപ്പിച്ചൊരു വിവേകമാണ്. പ്രത്യേകിച്ചും കലാമണ്ഡലം പോലുള്ള സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്ന ചില ഫ്യൂഡൽ മൂല്യങ്ങൾ ഇപ്പോഴുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ച ഒരാളെന്ന രീതിയിൽ പറയുകയാണെങ്കിൽ പലപ്പോഴും ഈ കലാമണ്ഡലത്തിൻ്റെ ഉള്ളിലൊരു സിവിൽ സൊസൈറ്റി ഇല്ല. അവിടെയൊക്കെ ഇപ്പോൾ നമ്മൾ പുറമെ സമൂഹത്തിലെ ആളുകൾ ജീവിക്കുന്ന പോലെ പല കാര്യങ്ങളും അവരുടെയൊക്കെ സമീപനം എന്ന് പറയുന്നു. അങ്ങനെയുള്ള കുട്ടികൾ വളരെ ജനാധിപത്യ മര്യാദയോടുകൂടി ഒരു സിവിൽ സൊസൈറ്റി പ്രവർത്തിക്കുന്ന രീതിയിൽ വളരെ വിവേകത്തോടു കൂടിയിട്ടാണ് രാമകൃഷ്ണ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നത്. കാരണം അയാൾ അധിക്ഷേപിക്കപ്പെട്ടു, ഏത് രീതിയിലും അയാൾ അധിക്ഷേപിക്കപ്പെട്ടു. അങ്ങനെ അധിക്ഷേപിക്കപ്പെട്ട ഒരു കലാകാരനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ വിവേകപൂർണമായ ഒരു നടപടിയാണ് കുട്ടികളുടെ ഭാഗത്തുണ്ടായത്. തീർച്ചയായും ഈ ആധുനിക കാലത്തിന് യോജിച്ച രീതിയിൽ മോഹിനിയാട്ട വിഭാഗത്തിൽ കുട്ടികൾ പഠിക്കണം എന്നൊരാവശ്യം യൂണിയൻ്റെ ഭാഗത്ത് ഉയർന്നു വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണ് വരേണ്ടത്.